നമ്മൾ ഇനി ഓംസ് ലോയിൽ നിന്നുള്ള ഡീവിയേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വ്യതിചലിക്കൽ. സാധാരണ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ഈ ടോപ്പിക് പഠിച്ച ഒരാൾ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ഈസ് ഓംസ് ലോ എ യൂണിവേഴ്സൽ? ഓംസ് ലോ ഒരു യൂണിവേഴ്സൽ നിയമമാണ് എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിൽ എവിടെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നിയമമാണോ ഓംസ് ലോ എന്നാണ്. അപ്പൊ തന്നെ ചില ആൾക്കാർ പറയും അല്ല, എന്താ കാരണം? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്. ആ ഉത്തരം ശരിയല്ല. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉള്ളത് കൊണ്ട് ഓംസ് ലോ യൂണിവേഴ്സൽ അല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് ഓംസ് ലോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് ഓംസ് ലോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ പറ്റിക്കലൊന്നുമില്ല. അതുകൊണ്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉള്ളതുകൊണ്ട് ഇത് യൂണിവേഴ്സൽ അല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഓംസ് ലോ ഒരു യൂണിവേഴ്സൽ നിയമമല്ല. എന്തുകൊണ്ട് ഓംസ് ലോ യൂണിവേഴ്സൽ നിയമമല്ല? അത് ചില ഡീവിയേഷനുകൾ കാണിക്കുന്നുണ്ട്. ആ ഡീവിയേഷനുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ആണ്. വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു കറണ്ട്. മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആർ ഇസ് എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് മെറ്റാലിക് ടെമ്പറേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ ആറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. എന്നാൽ എല്ലാ കേസിലും അങ്ങനെയല്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പോലും ആറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് അല്ലാത്ത സിറ്റുവേഷനുകളുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഡയോഡ്. ഇപ്പോൾ ഡയോഡിന്റെ കേസിൽ നമ്മളൊരു ഡയോഡിന്റെ സിമ്പൽ ഇതാണ്. ഈ ഡയോഡിന്റെ പി റീജിയൻ എൻ റീജിയൻ എന്നൊക്കെ പറയും. പി റീജിയനും എൻ റീജിയനും ഇടയിൽ നമ്മൾ സെല്ലുകൾ ഇങ്ങനെ, ആദ്യം ഒരു സെല്ലും കണക്ട് ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. കറണ്ട് കണ്ടുപിടിക്കുന്ന ഉപകരണത്തിനെ അമ്മീറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുന്ന ഉപകരണത്തിനെ വോൾട്ട് മീറ്റർ എന്ന് പറയും. ഇപ്പോൾ സെല്ലൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പം വോൾട്ടേജിന്റെ വാല്യൂ, കറണ്ടിന്റെ വാല്യൂ നമ്മൾ ഇങ്ങനെ 2 കോളങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. വോൾട്ടേജ് 0ആണ്, കറണ്ട് 0ആണ്. പിന്നെ ചെറിയൊരു സെല്ല്, ശക്തി കുറഞ്ഞൊരു സെല്ല് കണക്ട് ചെയ്തു. അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഡയോഡിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ആണ്. ഒരു ചെറിയ കറണ്ട് ഒഴുകി. പിന്നെ കുറച്ചും കൂടെ ശക്തി കൂടിയ ഒരു സെല്ല് കണക്ട് ചെയ്തു. അപ്പം അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2, അപ്പോൾ കറണ്ട് I2. പിന്നെ സെല്ലിന്റെ ശക്തി ഇങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കൂട്ടി വന്നു. അപ്പോൾ കറണ്ടിന്റെ വാല്യൂ ഇങ്ങനെ വ്യത്യാസപ്പെട്ട് വന്നു. ഈ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എപ്പോഴാണ് 2 ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുക? എക്സും വൈയും തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടണമെങ്കിൽ y ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ആയാൽ മതി. അപ്പോൾ എക്സ് ആക്സിസിലും എക്സ് ആക്സിൽ എക്സും വൈ ആക്സിൽ വൈ വാല്യൂവും അടയാളപ്പെടുത്തി ഇവ തമ്മിലുള്ള ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ y ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എക്സ് ആക്സിസിലും കറണ്ടിനെ വൈ ആക്സിസിലും, ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചാൽ ഡയോഡിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സ് ആക്സിലും ഡയോഡ് കൂടെ ഒഴുകുന്ന കറണ്ട് വൈ ആക്സിസിലും അടയാളപ്പെടുത്തിയിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആർ ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. ഐ പ്രൊപ്പോർഷണൽ ടു വി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആർ ഈസ് എ കോൺസ്റ്റന്റ്. എന്നാൽ ഡയോഡിന്റെ കേസിൽ ഈ വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല കിട്ടുക. ആദ്യമൊക്കെ ഗ്രാഫ് വളരെ സാവധാനത്തിലാണ് ഇൻക്രീസ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഗ്രാഫ് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഒരു ഭാഗവും സ്ട്രെയിറ്റ് ലൈൻ അല്ല, എല്ലാം കർവ്ഡാണ്, സ്ലൈറ്റ്ലി കർവ്ഡ് ആണ് ഈ ഭാഗമൊക്കെ. എന്ന് വെച്ചാൽ ഒരു ഡയോഡിന്റെ കേസിൽ കറണ്ട് ഈസ് നോട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ലീനിയർ അല്ല എന്ന് പറയും. എപ്പോഴാ 2 ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ ആണെന്ന് പറയാ? കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴാ ലീനിയർ ആണെന്ന് പറയാ? അവ തമ്മിലുള്ള ഗ്രാഫ് ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലാണ് ലീനിയർ ആണെന്ന് പറയാ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവയ്ക്കിടയിലുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, അവയ്ക്കിടയിൽ വരുന്ന ആള് ഇവിടെ വരുന്ന ആർ എന്ന് പറയുന്ന ആള് വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐയിൽ ആറ് ഒരു കോൺസ്റ്റന്റ് വരും. സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ പോയിന്റിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഇവിടെ ഒരു V1 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഉണ്ട്, I1 എന്ന് പറഞ്ഞൊരു കറണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ പോയിന്റിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ R1 ഈക്വൽ ടു V1 ബൈ I1 വരും. വേറൊരു പോയിന്റിലെ റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് V2 ഇവിടുത്തെ കറണ്ട് I2 ആണെങ്കിൽ R2 ഈക്വൽ ടു V2 ബൈ I2 വരും. ഈ 2 ആൾക്കാരും ഈക്വൽ ആയിരിക്കില്ല എന്നാണ് പറയുന്ന അർത്ഥം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പോലും. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെന്നാണ് ഓംസ് ലോ പറഞ്ഞത്. പക്ഷെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയാൽ പോലും റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് വരാത്ത ആൾക്കാരുണ്ട്. എന്താ ഇവിടുത്തെ പ്രശ്നം? റിലേഷൻ ബിറ്റ്വീൻ ഐ ആൻഡ് വി ഈസ് നോട്ട് ലീനിയർ.
അവർ തമ്മിലുള്ള ബന്ധം ലീനിയർ അല്ല. സോ ദാറ്റ് ഈസ് വൺ ഡീവിയേഷൻ ഫ്രം ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോയിൽ നിന്നും ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. ആ സിറ്റുവേഷൻ ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം? ദ റിലേഷൻ ബിറ്റ്വീൻ, ഒറ്റ സെന്റൻസിൽ എങ്ങനെ പറയാം? ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഈസ് നോട്ട് ലീനിയർ ഇൻ സം സിറ്റുവേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഡയോഡ്. ഇനി ഡയോഡിന്റെ പി റീജിയനിലേക്ക് സെല്ലിന്റെ പോസിറ്റീവും എൻ റീജിയനിലേക്ക് സെല്ലിന്റെ നെഗറ്റീവും കണക്ട് ചെയ്യുന്നതിനെ ഫോർവേഡ് ബയസിംഗ് എന്നാണ് വിളിക്കുക. ഫോർവേഡ് ബയസിംഗ് എന്നാണ് വിളിക്കുക. ബയസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ചു വിടുക എന്നർത്ഥം. അപ്പോൾ ഫോർവേഡ് ബയസിംഗ് എന്നാണ് ഈ കണക്ഷന് പേര്. എന്ന് വെച്ചാൽ ഒരു റിവേഴ്സ് ബയസിംഗും കൂടി ഉണ്ട് ഡയോഡിന്. ഫോർവേഡ് ബയസിംഗിലുള്ള ഡയോഡിലൂടെയുള്ള കറണ്ട് മില്ലി ആംപിയറിലും, ഇങ്ങനെ ഫോർവേഡ് ബയസിംഗിലുള്ള ഡയോഡില് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടിലാവുമ്പോൾ കറണ്ട് മില്ലി ആംപിയറിലാണ് ഉണ്ടാവുക. മില്ലി ആംപിയർ എന്ന് വെച്ചാൽ എത്രയാ? ആംപിയറിലേക്ക് മാറ്റുമ്പോൾ 10⁻³ ആംപിയർ. എന്നാൽ ഇതേ ഡയോഡില് വോൾട്ടേജ് വി, നേരത്തെ അതേ വോൾട്ടേജുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് റിവേഴ്സ് ബയസിംഗ് ആക്കി മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ എൻ റീജിയനിലേക്ക് പോസിറ്റീവ് ഓഫ് ദി സെല്ലും പി റീജിയനിലേക്ക് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി സെല്ലും കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കണക്ഷന് റിവേഴ്സ് ബയസിംഗ് ഓഫ് ദി ഡയോഡ് എന്നാണ് വിളിക്കുക. റിവേഴ്സ് ബയസിംഗ് ഓഫ് ദി ഡയോഡ് എന്നാണ് വിളിക്കുക. ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആവുന്ന സമയത്തുള്ള വോൾട്ടേജിനെ വി ആർ എന്നും കറണ്ടിനെ ഐ ആർ എന്നും വിളിക്കുകയാണെങ്കിൽ, ഫോർവേഡ് ബയസിംഗ് ആവുന്ന സമയത്ത് കറണ്ടിനെ ഐ എഫ് എന്നും വോൾട്ടേജിനെ വി എഫ് എന്നും വിളിക്കാം. ഫോർവേഡ് ബയസ്ഡ് വോൾട്ടേജ് എത്രയാണോ അതേ വോൾട്ടേജ് റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതേ വാല്യൂസ് റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ടിന്റെ വാല്യൂ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. വോൾട്ടേജ് V1 ആകുമ്പോൾ കറണ്ട് I1, വോൾട്ടേജ് V2 ആകുമ്പോൾ കറണ്ട് I2, ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, ഇവിടെ കറണ്ട് മൈക്രോ ആംപിയറിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നേരത്തെ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഒഴുകിയത്. നേരത്തെ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പം ഡയോഡിനെ സംബന്ധിച്ചോളം അതിന്റെ ബോഡിക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തിരിഞ്ഞിട്ടുണ്ട്, ഡയറക്ഷൻ തിരിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം, ഡയോഡിന് ജീവൻ ഉണ്ടെങ്കിൽ അത് പറയും നേരത്തെ കിട്ടിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ വെച്ചാൽ ഇപ്പൊ കിട്ടിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അതുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുക. അതേപോലെ നേരത്തെ എൻ്റെ പി റീജിയനിൽ നിന്നും എൻ റീജിയനിലേക്കാണ് കറണ്ട് ഒഴുകിയെങ്കിൽ ഇപ്പൊ എന്നിന്ന് പിയിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. അതുകൊണ്ട് നേരത്തെ കറണ്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കറണ്ട് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഫോർവേഡ് കറണ്ട് പോസിറ്റീവ് ഐ ആക്സിലാണെങ്കിൽ റിവേഴ്സ് ബയസ്ഡ് ഡയോഡിലെ കറണ്ട് നെഗറ്റീവ് ഐ ആക്സിൽ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഐ ആക്സിൽ എടുത്തു. ഇനി ആ കോളത്തിൽ നിന്ന് നമ്മൾ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും വാല്യൂസ് ഗ്രാഫിൽ അടയാളപ്പെടുത്തി ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ ആ കർവ് ഇങ്ങനെ ഉണ്ടാവും, ഈ രൂപത്തിലുണ്ടാവും. എഗെയിൻ സ്ട്രെയിറ്റ് ലൈൻ അല്ല, കർവുകൾ ഉണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്താന്ന്, വളരെ വലിയ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇവിടെ മൈക്രോ ആംപിയറിലാണ് കറണ്ട് എന്ന് വെച്ചാൽ നേരത്തെ കറണ്ട് മില്ലി ആംപിയർ ആണെങ്കിൽ ഇവിടെ 10⁻⁻6 ആംപിയർ ആണ്. നേരത്തെ കറണ്ടിന്റെ 1000ൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. 10⁻3 10⁻6 നമ്മളുടെ ബന്ധം 10⁻3യുടെ 1/1000 ആണ് 10⁻6. വോൾട്ടേജ് പക്ഷേ ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരേ വാല്യൂസ് ഓഫ് വോൾട്ടേജില് കറണ്ടിന്റെ വാല്യൂ നേരത്തെ ഉള്ളതിന്റെ 1000ൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അതുകൊണ്ടുള്ള പ്രശ്നം എന്താ? നേരത്തെ റെസിസ്റ്റൻസ്, ഉദാഹരണത്തിന് നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് 10 വോൾട്ടാന്ന് വിചാരിക്കാം. ആ സമയത്ത് 10 മില്ലി ആംപിയർ കറണ്ടാണ് ഒഴുകിയെന്ന് വിചാരിക്കും. 10 മില്ലി ആംപിയർ കറണ്ട് എന്ന് വെച്ചാൽ എത്രയാ? 10 വോൾട്ട് ഡിവൈഡഡ് ബൈ 10 × 10⁻³ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 10⁻², ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഓം. 1000 ഓം ആയിരുന്നു നേരത്തെ റെസിസ്റ്റൻസ് എങ്കിൽ, നേരത്തെ റെസിസ്റ്റൻസ് 1000 ഓം ആണെങ്കിൽ ഇപ്പൊ എത്രയാ റെസിസ്റ്റൻസ് വരാൻ നോക്കൂ. ഇതേ വോൾട്ടേജ് തന്നെ നമ്മൾ റിവേഴ്സ് ബയസ്, ഫോർവേഡ് ബയസിലെ കാര്യമാണ് പറഞ്ഞത്. റിവേഴ്സ് ബയസിലും അതേ വോൾട്ടേജ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്, 10 വോൾട്ട്. പക്ഷെ ആ സമയത്ത് ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ എത്രയാ? 10⁻⁻6. ഇതിന്റെ 1000 മില്ലി ആംപിയർ ആണെങ്കിൽ ഇവിടെ -6 ആണ് ഉണ്ടാവുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 10 മൈക്രോ ആംപിയർ. ഇങ്ങനെയാണ് 10 മൈക്രോ ആംപിയർ. സോ 10 ഡിവൈഡഡ് ബൈ 10 × 10⁻⁻6 that is equal to 10 divided by 10⁻⁵ that is equal to 10⁻⁶. അതായത് ഇത് മുകളിൽ പോകും. സോ 10 × 10⁻⁵ equal to 10⁻⁶ ഓം. അതായത് നേരത്തെ 10⁻³ ഓം ആണെങ്കിൽ ഇപ്പം അതിന്റെ 1000 ഇരട്ടി റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഒരേ ഡയോഡാണ്. എന്താ വ്യത്യാസം വന്നത്? നേരത്തെ ഫോർവേഡ് ബയസിംഗിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കൊടുത്തതെങ്കിൽ റിവേഴ്സ് ബയസിംഗിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കൊടുത്തത്.
എന്നാൽ ഇതിന്റെ സ്ഥാനത്ത് ഒരു സാധാരണ കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം, ഒരു മെറ്റാലിക് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം. മെറ്റാലിക് കണ്ടക്ടറിൽ നമ്മൾ ഇങ്ങനെ കണക്ഷൻ കൊടുത്ത സമയത്ത് അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 വോൾട്ട് ആണ്. ഒഴുകിയ കറണ്ട്, ഇങ്ങനെ ഒഴുകിയ കറണ്ട് 5 ആംപിയർ എന്ന് വിചാരിക്കുക. സോ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 10/5 ഈക്വൽ ടു 2 ഓം കിട്ടി. ഇനി തിരിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ കറണ്ട് ഒഴുകിയത് ഇങ്ങോട്ടാണ്, ഇനി സെല്ല് തിരിച്ചു കൊടുത്തു വിചാരിക്കാം. അപ്പം ഇത് കൂടെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറും, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡയറക്ഷൻ മാറി. നേരത്തെ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണ്. ഇപ്പോഴും ഒഴുകുന്ന കറണ്ട് 5 ആംപിയർ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ സെല്ല് തിരിച്ച് കണക്ട് ചെയ്താലും ഡയോഡിലൂടെ റെസിസ്റ്റൻസ് R' ഈക്വൽ ടു 10/5 ഈക്വൽ ടു 2 ഓം തന്നെയായിരിക്കാം. എന്ന് വെച്ചാൽ ഡയോഡ് അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈൻ മാറ്റിയാലും ഒരു റെസിസ്റ്റൻസിലൂടെ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന് മാറ്റമൊന്നും വരുന്നില്ല. ഡയോഡിന്റെ റെസിസ്റ്റൻസിന് പക്ഷേ മാറ്റമൊക്കെ വരുന്നുണ്ട്. ആ മാറ്റം എന്തിനനുസരിച്ചാണ് മാറിയത്? അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈൻ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറി. അത് ഓംസ് ലോയിൽ പറഞ്ഞിട്ടില്ല. സോ ദിസ് ഇസ് എ ഡീവിയേഷൻ ഫ്രം ഓംസ് ലോ. എന്താണ് സംഗതി? ഇൻ സം സിറ്റുവേഷൻസ് the resistance depends on the value of resistance depends on the sign of applied potential difference. ഏതാ എക്സാമ്പിൾ? when a diode is reverse biased. ഡയോഡ് റിവേഴ്സ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ബയസിങ് നടത്തിയ സമയത്തുള്ളതിൻ്റെ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവും അതേ വോൾട്ടേജിൽ റിവേഴ്സ് ബയസ് നടത്തി കഴിഞ്ഞാൽ. സോ 2 ഡീവിയേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ഡയോഡിന്റെ കേസിൽ തന്നെയാണ്, കറണ്ട് ഈസ് the relation between current and voltage is not linear. രണ്ടാമത്തെ ഡീവിയേഷൻ എന്ന് പറയുന്നത് the relation between current and ഞാൻ ആദ്യം പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യം പറഞ്ഞ ഡീവിയേഷൻ ഇതാണ്, the relation between current and potential difference is not linear. രണ്ടാമത്തെ ഡീവിയേഷൻ the relation between current and voltage depends on the sign of applied potential difference. മൂന്നാമത്തെ ഡീവിയേഷൻ കാണിക്കുന്ന ഒരാളാണ് ടണൽ ഡയോഡ്. ഒരു ടണൽ ഡയോഡിന്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ അതിന്റെ പി റീജിയനിലേക്ക് പോസിറ്റീവ് ഓഫ് ദി സെല്ലും എൻ റീജിയനിലേക്ക് നെഗറ്റീവ് ഓഫ് ദി സെല്ലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ബയസിംഗ് ആയി. അത്തരം ഒരു ടണൽ ഡയോഡിന്റെ ഫോർവേഡ് കറണ്ട് വൈ ആക്സിസിലും ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് എക്സ് ആക്സിസിലും എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. അത് ആദ്യം കൂടും, പിന്നെ ഒന്ന് കുറയും, പിന്നെയും കൂടും. അപ്പൊ ഇത്തരം ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിലെ കറണ്ട് I1 ആണെന്ന് വിചാരിക്കുക, ഫോർവേഡ് കറണ്ട് I1 ആണെന്ന് വിചാരിക്കുക. ഈ വൈ കോഡ്, ഈ I1 വാല്യൂ ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണ്, അവിടെയുള്ള വോൾട്ടേജ് V1 ആണെന്ന് വിചാരിക്കുക. അതേപോലെ അയാള് ഈ ഗ്രാഫിലെ ഈ പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് ആണ്, അവിടുത്തെ വോൾട്ടേജ് V2 എന്ന് വിചാരിക്കുക. അതേപോലെ അയാള് ഗ്രാഫിലെ ഈ പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് ആണ്, അവിടുത്തെ വോൾട്ടേജ് V3 ആണെന്ന് വിചാരിക്കുക. സോ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് റെസിസ്റ്റൻസിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? V/I ആണ്. ഒരു പർട്ടിക്കുലർ കറണ്ടിന് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ R കോൺസ്റ്റന്റ് ആവുകയുള്ളൂ. ഇവിടെ നോക്കൂ, ഒരു പർട്ടിക്കുലർ കറണ്ടിനായി I1 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കറണ്ടിന് ആദ്യം വോൾട്ടേജ് V1 ആണ്, അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ അതേ ടണൽ ഡയോഡ് കൂടെ അതേ കറണ്ട് ഒഴുകുമ്പോൾ മറ്റൊരു വോൾട്ടേജിൽ കൂടി, അങ്ങനെ പറയുന്നതാണ് ശരി, മറ്റൊരു വോൾട്ടേജിൽ കൂടി അതേ കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് R2 ഈക്വൽ ടു V/I2 ആണ്. V2/I2 ആണ്. മറ്റൊരു ഫോർവേഡ് റെസിസ്റ്റൻസ് ആയ V3യിലും അതേ കറണ്ട് ഒഴുകുന്നുണ്ട്. ആ സമയത്തുള്ള റെസിസ്റ്റൻസ് R3 ഈക്വൽ ടു V3/I1 ആണ്. സോ I1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, I1 എന്ന് പറയുന്ന സെയിം കറണ്ട് ഒഴുകാൻ അനുവദിക്കുന്ന 3 വോൾട്ടേജുകൾ ഈ ടണൽ ഡയോഡിലുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഒരു സാധാരണ കണ്ടക്ടറിനെ പോലെ the relation between I and V is not unique. What is meant by unique relationship? One and only. ഒരു കറണ്ടിന് ഒരേ ഒരു വോൾട്ടേജ് മാത്രമേ ഉള്ളൂവെങ്കിലാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് യുണീക്ക് ആണെന്ന് പറയുന്നത്. ഇവിടെ ഒരേ കറണ്ടിന് 3 വ്യത്യസ്ത വോൾട്ടേജുകൾ പോസിബിൾ ആണ്. തിരിച്ചു പറയണം, 3 വ്യത്യസ്ത വോൾട്ടേജുകളിൽ ഒരേ കറണ്ട് പോസിബിൾ ആണ്. വിച്ച് മീൻസ് ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഈസ് നോട്ട് യൂണീക്ക്. ഓംസ് ലോ അനുസരിച്ച് R കോൺസ്റ്റന്റ് ആകണമെങ്കിൽ ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് യൂണീക്ക് ആയേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയും ഓംസ് ലോയിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ്. സോ വി ഹാവ് 3 സിറ്റുവേഷൻസ് ഇൻ വിച്ച് മെറ്റീരിയൽസ് ഷോ ഡീവിയേഷൻ ഫ്രം ഓംസ് ലോ. ഒന്ന്, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഈസ് നോട്ട് ലീനിയർ ആസ് ഇൻ ദ കേസ് ഓഫ് എ ഡയോഡ്.
രണ്ട്, the relation between current and voltage depends on the sign of potential difference, again in the case of a diode. മൂന്ന്, in the case of a tunnel diode, the same current can flow for 3 different voltages, which means that the relation between current and voltage is not unique. So these are the 3 deviations from Ohm's law. Clear?